ചോദ്യം ചെയ്താലും ഭവാൻ എന്നെല്ലാം തെളിഞ്ഞു അവസ്ഥയാ. മുകുരാജ്ഞാപിച്ചൊരു നേരം പാർത്ഥിവന്താണ് നമസ്കാരം ചെയ്താൽ ആത്മായ വ്യാസാപ്പിന്റെ പദാന്തകി പാർത്തു തീർത്ത് ഇടുന്നുടൽ സ്വേച്ഛയാ വിനീതനായി അന്യവികസ്തത്തോടെ വാങ്ങിയ നൃപൻ മധുരാക്ഷരവാച ചൊന്നാൽ നിന്തിരുവടിതലോ വന്ദനാമടികനെ സന്തതം അനുഗ്രഹിച്ചിടുവാനായി കൊണ്ട് ഇപ്പോൾ ചിന്താചഞ്ചലമൊഴിഞ്ഞ് എഴുന്നള്ളിയ മൂലം സഫലമായി വന്യതു മമ ജന്മം നിത്യമീ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിൽ എത്തുകിൽ ഇതിന്മീതേ മറ്റിക ലോകത്തിങ്കൽ മർത്യന്മാർക്കൊരു പുണ്യവർദ്ധനം എന്തൊന്നുള്ളത് അത്യന്തം അതിന് അനുഗ്രഹിക്കണമേ വിഭോ. സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്രകൃ നിരന്തരം കേവലം ദർശിക്ക മാത്രത്താലെ സാധുക്കളെ പാവനമായിടുന്നു പാദഗീതങ്ങളും ആകയാൽ അവമാനമിങ്ങനെ കകനാരിൽ ഏകതാ ഭവിക്കരുന്നാരിലും ഒരിക്കലും ഭൂദേവാദി അഖില സാധുക്കളിൽ വിശേഷിച്ചും ആദരാൽ അതിശയ ഭക്തിയും ഉണ്ടാകണം. നാനാ യോനികൾ ഞങ്ങൾ ഭവിക്കലും മമ മാനസേ ഹരിപദ ഭക്തിയും ഉണ്ടാകണം. പിന്നെ ഇങ്ങനെക്കത്തെ ശാപത്താൽ 7-ാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളത് നൂനമല്ലോ. എന്നാൽ എന്തപ്പോൾ പരലോകപ്രാപ്തിക്കായി ഒന്ന് മുന്നേ ചെയ്യേണ്ടത് എന്നും കേൾക്കേണ്ടത് എന്തൊന്ന് എന്നും വന്ദിച്ച് പൂജിക്കേണ്ടത് ആര് എന്നതും മുഹുർ എന്നുള്ളിൽ ധ്യാനിക്കേണ്ടത് എങ്ങനെ ഞാൻ എന്നതും നന്നായി ഇങ്ങനെ ഗ്രഹിച്ച് ആനന്ദം വരും വണ്ണം സന്ദേഹമൊഴിച്ചരുൾ ചെയ്യണം. ദയാനിധേ നമസ്തേ മഹാത്മനേ പരമാത്മനേ നമോ നമസ്തേ തവദാസ ശിശോകം പ്രസീദമേ നമസ്കാരേണ സ്തുതിച്ചീവണ്ണം ഗുരു സമക്ഷം സുരേന്ദ്രനെ പോലെ ഭൂപതി വീരൻ നമിച്ചു തൊഴുതു കൈയണകൾ കുപ്പി തന്നെ സുമത്യാശയ വസിച്ചിടുന്ന സുഖാസനെ ക്രമത്താലേവം പ്രതിപാദ്യാർത്ഥം പുരാണസ്യ നിമിത്ത സംക്ഷേപാധികാര നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ടിവിടെ ചൊല്ലിടുവേൻ. അമർത്തേന്ദ്രനെ പോലെ വസിക്കും നൃപൻ മുൻപിൽ ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ പ്രഥമസ്കന്ധ സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിഷ്ണവേ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ശിവായ നമഃ. ഓം നാരായണായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം പ്രദ്യുമ്നായ നമഃ. ഓം അനിരുദ്ധായ നമഃ. ഓം സംഘർഷണമൂർത്തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വിതീയ സ്കന്ധം ഭഗവൽ ഭജനാരംഭം. ചൊല്ലിന് ശേഷം നല്ലൊരു കഥാസാരം കല്യാണശീലേ ശുഗമൗലി മാലികേ ബാലേ.